പത്തരമാറ്റ ആദർശും നയനയും വീണ്ടും ഒന്നിക്കുന്നു. അത് തന്നെ നമ്മുടെ പത്തരമാറ്റ് വീണ്ടും ആ ഒരു പഴയ ഒരു ആദർശം നയനയിലേക്ക് വഴിമാറുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് അത് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നയന പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ മുത്തശ്ശൻ ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ആദർശന് നയനയോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കുകയാട്ടോ. തൻ്റെ ജീവനായ മുത്തശ്ശനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ ഭാര്യ തന്നെയാണല്ലോ മുൻകൈ എടുക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആ ഒരു ബഹുമാനവും നന്ദിയും ഒക്കെ നമ്മുടെ നയനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഈ വീട്ടിലെല്ലാവരും സന്തോഷിപ്പിക്കലല്ലേ എൻ്റെ പണി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ തർക്കിക്കാനൊന്നുമില്ല, നിന്നോടുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ എല്ലാം എനിക്കിപ്പോൾ മാറി, ഇപ്പോൾ എനിക്കതൊന്നും ഇല്ല, നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ അപ്പു മുത്തശ്ശൻ എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ വീതം വെച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജലജ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ആദർശ് പറയും, മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മുദ്ര പേപ്പർ അങ്ങനെ കീറിക്കളയുന്നുണ്ട്. അപ്പം നമ്മുടെ ജലജയുടെ മുഖം ഒന്ന് കാണണം, വളിച്ച് അയ്യോടാന്നൊക്കെ ആയിപ്പോയൊരു മുഖഭാവം തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ നയനയും ആദർശം വീണ്ടും ഒന്നിച്ചു. നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നല്ലോ. അതിന് മുൻകൈ എടുത്തതോ നമ്മുടെ ദേവയാനി. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായി അവരുടെ പ്രണയ നിമിഷങ്ങൾ അടുത്ത് തന്നെ നമ്മുടെ നയനയ്ക്ക് വിശേഷമാകുന്നതൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.